ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ പൊന്നോ, നിങ്ങളെങ്കിലും ഒന്ന് കൃത്യമായി പ്രവർത്തിക്കണേ. എടാ, നീ ചെയ്യുന്നതിനൊക്കെ ഒരു നാൾ നീ പശ്ചാത്തപിക്കും. അമ്മേ, മരിക്കാത്ത മകൾക്ക് വേണ്ടിയാ നീ കർമ്മം ചെയ്യുന്നേ. അതോർത്തൊരിക്കൽ നീ വേദനിക്കും. അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. അമ്മ ഇങ്ങോട്ട് വന്നേ. തിരുമേനി, ഇനി വിട്ടുവീഴ്ച ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇനിയും അതിക്രമം കാണിച്ച കെട്ടിപ്പൂട്ടി ഇടേണ്ടി വരും. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ സുകുമാരിയമ്മ? ആ പാവപ്പെട്ട രാധിക മോളെ ദ്രോഹിച്ചതിന്റെ കൂലിയായി കിട്ടുന്നേ. നിന്നെ ഞാൻ കൊല്ലും. അവളെ ന്യായീകരിച്ച കൊല്ലും ഞാൻ. അയ്യോ അയ്യോ, നാളെ വെളുപ്പിന് ധാര ആരംഭിക്കണം. അതുകൊണ്ട് അടക്കമില്ലെങ്കിൽ കടുത്ത പ്രയോഗം തന്നെ എനിക്ക് വേണ്ടിവരും. അതിന് ഞാൻ മടിക്കില്ല. കൊണ്ടുപോയവരെ അകത്തോട്ട് കാണിച്ചു തരാടോ ഞാൻ. പിടിച്ചോ. കാണിച്ചു തരാം. എന്നെ വിടറി. അയ്യോ വാ വാ വാ, അയ്യോ, എന്നെ കൊണ്ടുവാ നടക്കമ്മേ. കൊണ്ടുവാ. വേണ്ട. അയ്യോ മൊത്തത്തിൽ കൊള്ളാല്ലേ ചെറിയമ്മ? ഇതിന്റെയൊക്കെ ആവശ്യം എന്താ? ഇവിടെ പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ലല്ലോ. ഇവിടെയല്ലേ നടക്കാനുള്ളത്? അല്ല, ആ ബലൂൺ എവിടെ? ദാ ആ മൂലയിൽ ഇരിപ്പുണ്ട്. എന്റെ കൽപ്പനെ, ആ നായ്ക്കരണപ്പൊടി അതിൽ നിറയ്ക്കാൻ പെട്ട പാട്. കഷ്ടപ്പെടുമ്പോഴേ നല്ല റിസൾട്ട് ഉണ്ടാവൂ ചെറിയമ്മ. ചെറിയമ്മ വന്നേ. അതെ, അതിന്റെ പുറത്ത് പിടിച്ചാ കുഴപ്പമൊന്നുമില്ലല്ലോ. ഏയ്, അത് കുഴപ്പമൊന്നുമില്ല. ദാ. അങ്ങനെ മണിയറ ഒരുക്കം പൂർത്തിയായി. അല്ല കൽപ്പനെ, വരുൺ സാധാരണ AC ഇട്ടല്ലേ കിടക്കുന്നേ? അപ്പൊ പിന്നെ ഫാൻ ഓണാക്കിയില്ലെങ്കിലോ? AC ഓണാക്കിക്കോട്ടെ, അതിനിപ്പോ എന്താ കുഴപ്പം? നമ്മുടെ വരുണല്ലേ. പക്ഷേ കുറച്ച് കഴിയുമ്പോ ഈ മുറിയിലെ AC-യുടെ കണക്ഷൻ മാത്രം കട്ടാവും. അതെങ്ങനെ? അതെങ്ങനെയാ ചെയ്യണ്ടേന്ന് ഇലക്ട്രീഷ്യനോട് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വരുണിന് ചെറിയ ചെറിയ ഇലക്ട്രിക് പണി അറിയാമെങ്കിലും ഇന്ന് അത് ശരിയാക്കാൻ പാവം അവനെ കൊണ്ട് പറ്റില്ല. അപ്പൊ പിന്നെ ഈ ഫാൻ മാത്രമല്ലേ ഉള്ളൂ ശരണം. പാവങ്ങൾക്ക് ഈ ഫാൻ ഓൺ ചെയ്തല്ലേ പറ്റൂ. എന്റെ അനുജനെയും അനിയത്തെയും ദൈവം അനുഗ്രഹിക്കുന്ന പോലെ ഇതങ്ങ് പൊട്ടില്ലേ ചെറിയമ്മേ? പിന്നെ നടക്കാൻ പോകുന്നത് ഒരു പൂരമായിരിക്കും. സംശയമുണ്ടോ?
പിന്നെ ചെറിയമ്മേ ഇനി കുറച്ച് ചകിരിയും സോപ്പും ചുണ്ണാമ്പും വെള്ളവും ഒക്കെ എടുത്തു വെച്ചോ. അതെന്തിനാ ചുണ്ണാമ്പ്? ആ, ഓ, ഇങ്ങനെ എന്തെങ്കിലും പറ്റിയ കുടുംബത്തിലെ വയസ്സായവര് പറയാ ഒന്നെങ്കിൽ ചുണ്ണാമ്പ് തേക്കാൻ പറയും, ആ, ഓ. അല്ലെങ്കിൽ മഞ്ഞൾ തേക്കാൻ പറയും. ഇവിടെ നമ്മുടെ മുത്തശ്ശി അതായിരിക്കും പറയുക. നേരത്തെ എടുത്തു വെച്ചാ പിന്നെ പ്രശ്നമില്ലല്ലോ. ആ, ഇപ്പോ നിങ്ങളാണ് ഞങ്ങളുടെ ദൈവം. എന്റെ പൊന്നോ, നിങ്ങളെങ്കിലും ഒന്ന് കൃത്യമായി പ്രവർത്തിക്കണേ. ஹலோ ആ പറ. சொல்லுங்க. ആ ഞാൻ സേട്ടുന്റെ അടുത്താ. എന്തായാ പെൺകുട്ടിയുടെ കാര്യം? தலைவரே, அவளுக்கு இது வரைக்கும் ஞாபகம் வரல. அதே மாதிரி தான் இருக்கு. സേട്ടുന്റെ കയ്യിൽ നിന്നും അവളെ കാണിച്ച് അഡ്വാൻസ് വാങ്ങിച്ചത് മറന്നിട്ടില്ലല്ലോ? இல்ல, 2-3 கொடுங்க. அதுக்குள்ள எல்லாம் சரியாயிடும். സേട്ടുവിനെ പറ്റിക്കാനാണ് ഭാവമെങ്കിൽ തന്ന അഡ്വാൻസ് തിരിച്ചു വാങ്ങിക്കും. സേട്ടു അത് മാത്രമല്ല ചെയ്യുക, സേട്ടുന്റെ ആൾക്കാരങ്ങോട്ട് എത്തും. പിന്നെ ഒറ്റൊരെണ്ണം ജീവനോടുണ്ടാവില്ല. മനസ്സിലായോ നിനക്ക്? 3 ദിവസം, അതിനപ്പുറം സമയം തരാൻ പറ്റില്ലെന്നാ സേട്ടു പറയുന്നത്. അതിനുള്ളിൽ നല്ല കണ്ടീഷനിൽ ആ പെൺകുട്ടി സേട്ടുന്റെ മുമ്പിൽ എത്തിയില്ലെങ്കിൽ നീയും നിന്റെ സംഘവും തീർന്നു. മനസ്സിലായോ നിനക്ക്? சரிங்க, 2-3 கொடுங்க. அதுக்குள்ள எல்லாம் சரியாயிடும். മൂന്ന് ദിവസത്തിനുള്ളിൽ എത്തിക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. അവരെങ്ങനെ വീഴ്ച വരുത്തുന്ന ആളൊന്നുമല്ല. சேட்டு தான் கூப்பிட்டது. இந்த பைத்தியத்தை எப்படிதான் கொண்டு போய் கொடுக்கறது?